ഏഴാം ക്ലാസ്സിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം ക്വസ്റ്റ്യൻ പേപ്പറും സെക്കൻഡ് ടേം 2024-25 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിഗമെൻറ്റിന് സംഭവിക്കുന്ന പരിക്കിനെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ സ്പ്രെയിൻ. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന യോഗാസനത്തിൻ്റെ പേരെഴുതുക. വൃക്ഷാസനം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് നേടിയ കളിക്കാരൻ. ആൻസർ മെസ്സി. ശരീരപോഷണത്തിന് സഹായിക്കുന്ന പോഷക ഘടകം ഏത്? ആൻസർ മാംസ്യം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സന്ധികളുടെ ചലന സ്വാതന്ത്ര്യത്തിൻ്റെ തോതിനെ ഡാഷ് എന്ന് പറയുന്നു. അയവ് എന്ന് പറയുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ, മികച്ച ശരീര സംസ്ഥിതി കൈവരിക്കുന്നത് കൊണ്ടുള്ള 2 ഗുണങ്ങൾ എഴുതുക. ആൻസർ ശരീരത്തിൻ്റെ ആകാരഭംഗി മെച്ചപ്പെടുന്നു, ചലനങ്ങൾ മനോഹരവും കാര്യക്ഷമവുമാകുന്നു, നാഡീപേശി വ്യവസ്ഥകളുടെ ഏകോപനം മികച്ചതാകുന്നു, ശ്വസനം, രക്തചംക്രമണം, ദഹനം, നട്ടെല്ലിൻ്റെ ആരോഗ്യം തുടങ്ങിയവ മെച്ചപ്പെട്ടതാകുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അർദ്ധശലഭാസനത്തിലെ വിവിധ ഘട്ടങ്ങൾ എഴുതുക. ആൻസർ കമിഴ്ന്ന് കിടന്ന് കൈകൾ ശരീരത്തോട് ചേർത്ത് താടി നിലത്തുറപ്പിച്ച് കിടക്കുക, ഇടതുകാൽ മുട്ടുമടങ്ങാതെ സാവധാനം ഉയർത്തുക, ഈ അവസ്ഥയിൽ സുഗമമായി കഴിയാവുന്ന സമയം അത്രയും തുടരുക, ഉയർത്തിയ കാൽ സാവധാനം താഴ്ത്തി കൊണ്ടുവരിക, ഇതേ പ്രവർത്തനം അടുത്ത കാലിലും ആവർത്തിക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. പശ്ചിമോത്തനാസനം. ആൻസർ യോഗാസനം. പേശീശക്തി, ആരോഗ്യ സംബന്ധമായ കായികക്ഷമതാ ഘടകം. BMI ശരീരഘടന. പ്രഥമ ശുശ്രൂഷ, പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ്, P എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, പേശി വലിവ് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഒന്ന്, ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം, ജീവകങ്ങളുടെയും ധാതുക്കളുടെയും കുറവ്, പേശി ക്ഷീണം, കഠിനമായ തണുപ്പ് അല്ലെങ്കിൽ ചൂട്, വിശ്രമമില്ലാതെയുള്ള കഠിന പ്രയത്നം. പത്താമത്തെ ക്വസ്റ്റ്യൻ, ചതവ് സംഭവിച്ചാൽ നൽകാവുന്ന പ്രഥമ ശുശ്രൂഷ എന്തെല്ലാം? ആൻസർ തണുത്ത വെള്ളം ഒഴിച്ച് ധാര കോരുക, ചതവേറ്റ ഭാഗം തിരുമാതിരിക്കുക, ഐസ് പാക്ക് വയ്ക്കുക, പിന്നെ കഴിയുന്നതും റെസ്റ്റ് എടുക്കുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, ശരീര സംസ്ഥിതി വൈകല്യങ്ങൾക്കുള്ള ഏതെങ്കിലും 3 മുൻകരുതലുകൾ എഴുതുക. സമീകൃത ആഹാരക്രമം ശീലമാക്കുക, ആവശ്യത്തിന് ഉറക്കവും പുനഃപ്രാപ്തിയും ഉറപ്പുവരുത്തുക, ഭാരം ഉയർത്തുമ്പോഴും വഹിക്കുമ്പോഴും സുരക്ഷിതമായ രീതി പാലിക്കുക, സ്ഥിരമായി കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, പേശീബലം, മെയ്വഴക്കം എന്നിവ വർദ്ധിപ്പിക്കുന്ന വ്യായാമങ്ങൾ ശീലമാക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, കളികളിലൂടെയും കായിക പ്രവർത്തനങ്ങളിലൂടെയും കൈവരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ പരസ്പര സഹകരണം, നേതൃത്വ പാടവം, ചിന്താശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നു, ശരിയായ തീരുമാനമെടുക്കുന്നതിനുള്ള ശേഷി, പേശീക്ഷമത, ഹൃദയ ശ്വസനക്ഷമത, അയവ് എന്നിവ വർദ്ധിക്കുന്നു, ഓടാനും ചാടാനും നടക്കാനും എറിയാനുമുള്ള കഴിവ് ലഭിക്കുന്നു. അടുത്തത് കലാവിദ്യാഭ്യാസം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുമർ ചിത്രരചനയ്ക്ക് ചുവപ്പ് നിറമായി ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത വസ്തു ഏത്? ആൻസർ ചെങ്കല്ല്. രണ്ടാമത്തെ, വരികൾക്ക് അനുയോജ്യമായ രീതിയിൽ സംഗീതാംശങ്ങൾ ഉൾക്കൊണ്ട് ഈണം നൽകുന്നവരാണ് സംഗീത സംവിധായകർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കഥക് നൃത്തത്തിലെ ലക്നൗ ഘരാനയുടെ വക്താവായ നർത്തകനാണ് ബിർജു മഹാരാജ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, തെരുവിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി അരങ്ങേറുന്ന നാടകം ഏത്? തെരുവു നാടകങ്ങൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വസ്തുക്കളെയും കഥാപാത്രങ്ങളെയും വളരെ അടുത്തായി കാണിക്കാൻ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ഷോട്ട് ഏത്? ക്ലോസപ്പ് ഷോട്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ, അക്ഷരങ്ങൾ ഫോണ്ടുകൾ ഉപയോഗിച്ചുള്ള 2 കലാരീതികൾ എഴുതുക. കാലിഗ്രാഫി, ടൈപ്പോഗ്രാഫി. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, തുള്ളൽ 3 തരത്തിലുണ്ട്. ഏതെങ്കിലും 2 വിഭാഗങ്ങളുടെ പേരെഴുതുക. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. ഇനി 2 സുഷിരവാദ്യങ്ങളുടെ പേരെഴുതുക. ഓടക്കുഴൽ, നാദസ്വരം, കൊമ്പ്, കുഴൽ. കേരളത്തിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ വ്യത്യസ്തങ്ങളായ 2 നാടക രീതികളുടെ പേരെഴുതുക. ചവിട്ടുനാടകം, ഏകാംഗ നാടകം, തെരുവു നാടകം.
10ാമത്തെ ക്വസ്റ്റ്യൻ, ലോകപ്രശസ്തരായ 2 ഇന്ത്യൻ സിനിമാ സംവിധായകരുടെ പേരെഴുതുക. അപർണ സെൻ, സത്യജിത് റേ, അടൂർ ഗോപാലകൃഷ്ണൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ, വിവിധ തരം ക്യാമറ ഷോട്ടുകളെക്കുറിച്ച് വിവരിക്കുക. 1ാമത്തെ എക്സ്ട്രീം ലോങ് ഷോട്ട്, അത് വലിയൊരു പ്രദേശം കാണിക്കും, ലൊക്കേഷൻ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. പിന്നെ ലോങ് ഷോട്ട് LS, വിഷയത്തെ മുഴുവൻ ഉയരത്തിലും കാണിക്കും, പശ്ചാത്തലവും വ്യക്തമായി കാണാൻ കഴിയും. മീഡിയം ഷോട്ട്, അരയ്ക്ക് മുകളിലോ മുട്ടുവരെ വിഷയത്തെ കാണിക്കും, സംഭാഷണ രംഗങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുന്നു. പിന്നെ ക്ലോസപ്പ് ഷോട്ട്, മുഖം പോലുള്ള ഒരു ഭാഗം മാത്രം ഫോക്കസ് ചെയ്യും. 12ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന നൃത്തരൂപങ്ങളുടെ പേരെഴുതുക. കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേരെഴുതുക. A. കഥക്, B. ഓട്ടൻതുള്ളൽ, C. കോൽക്കളി, D. കൊരമ്പക്കളി, E. മോഹിനിയാട്ടം. 13ാമത്തെ ക്വസ്റ്റ്യൻ, തെരുവ് നാടകത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. തെരുവ് നാടകത്തെക്കുറിച്ച് ഒരു പാരഗ്രാഫ്. തെരുവ് നാടകം ഒരു ജനകീയ കലാരൂപമാണ്. സാമൂഹിക പ്രശ്നങ്ങളും അനീതികളും സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വളരെ ലളിതമായ അവതരണത്തിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രകടന രീതിയാണിത്. വേദിയോ പ്രത്യേക ഉപകരണങ്ങളോ ആവശ്യമില്ല. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഏതൊരു തെരുവോ തുറസായ സ്ഥലമോ വേദിയാകുന്നു. നാടകത്തിലൂടെ സന്ദേശം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാൽ അത് കൂടുതൽ പ്രഭാവശാലിയും ഉൾക്കൊള്ളാൻ എളുപ്പവുമാണ്. സമൂഹത്തിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിലും മാറ്റങ്ങൾ വരുത്തുന്നതിലും തെരുവ് നാടകത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. 14ാമത്തെ ക്വസ്റ്റ്യൻ, അനുയോജ്യമായവ ചേർത്തെഴുതുക. G. ദേവരാജൻ, സംഗീത സംവിധാനം. യേശുദാസ്, പിന്നണി ഗായകൻ. മട്ടന്നൂർ ശങ്കരൻകുട്ടി, ചെണ്ട. സക്കീർ ഹുസൈൻ, തബല. KS ചിത്ര, പിന്നണി ഗായിക. 15ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ സഹപാഠിയുടെ പിറന്നാളിന് ഒരു ആശംസാ കാർഡ്, ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കുക. ചിത്രങ്ങളും എഴുത്തുകളും കൊണ്ട് ഭംഗിയാക്കണം. കാലിഗ്രാഫി, ടൈപ്പോഗ്രാഫി എന്നീ സങ്കേതങ്ങൾ ഉപയോഗിക്കുക. നല്ല ഭംഗിയായിട്ട് ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കുക. അതിന് ബോർഡർ വരയ്ക്കുക. ഹാപ്പി ബർത്ത്ഡേ കാലിഗ്രാഫി എഴുതുക, സ്റ്റൈലായിട്ട് എഴുതുക. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഫ്രണ്ട്. പിന്നെ കുറച്ച് സെൻറ്റൻസുകൾ എഴുതുക. ഒരു കേക്കിൻ്റെ പിക്ചറും കുറച്ച് ബലൂണും പിന്നെ ഒരു ഗിഫ്റ്റും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പിക്ചറുകളും വരച്ച് റെഡിയാക്കുക ബർത്ത്ഡേ കാർഡ്. അടുത്തത് തൊഴിൽ ഉത്ഗ്രഥിത വിദ്യാഭ്യാസം. 1ാമത്തെ ക്വസ്റ്റ്യൻ, കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യുന്നതിനുള്ള ഒരു രീതിയാണ് ലംബകൃഷി. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗുഹകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹയാണ് എടക്കൽ. 3ാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുത സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഈ പ്രതീകം ഏതിനെ പ്രതിനിധീകരിക്കുന്നു? സെല്ല്. 4ാമത്തെ, ചെറിയ ചിത്രങ്ങളും ആനിമേഷനുകളും ഉൾപ്പെട്ട വലിപ്പം കുറഞ്ഞ ഇമേജ് ഫോർമാറ്റാണ് ജിഫ്. 5ാമത്തെ, ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. 6ാമത്തെ ക്വസ്റ്റ്യൻ, ജലസേചന സംവിധാനങ്ങൾ നോക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഏതൊക്കെ? 1. പ്രധാന വാൽവ് അടയ്ക്കുക, സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക, കയ്യുറകൾ ധരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, ശരിയായ പ്രകാശ സംവിധാനങ്ങൾ ഉറപ്പാക്കുക. 7ാമത്തെ ക്വസ്റ്റ്യൻ, പദസൂര്യൻ പൂർത്തിയാക്കുക. ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കാൻ ആവശ്യമുള്ള ടൂളുകൾ: കൈൻമാസ്റ്റർ, ഇൻഷോട്ട്, കേഡൻലൈവ്, ഒഡാസിറ്റി, ലിബർ ഓഫീസ് റൈറ്റർ, ക്യാൻവ, ബ്ലെൻഡർ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. പരുത്തി ഈർപ്പം വലിച്ചെടുക്കുന്നു. പോളിസ്റ്റർ തീയുടെ സാന്നിധ്യത്തിൽ ഉരുകി കത്തുന്നു. പട്ട് മൃദുലവും തിളക്കവുമുള്ളതാണ്. കമ്പിളി ശരീരത്തിൻ്റെ ചൂട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. 9ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന സർക്യൂട്ടുകളെ തിരിച്ചറിഞ്ഞ് അവയുടെ പേരെഴുതുക. വീടുകളിൽ നാം സാധാരണയായി ഏതു രീതിയാണ് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ട്? വീടുകളിൽ നാം സമാന്തര രീതിയാണ് ഉപയോഗിക്കുന്നത്. കാരണം വ്യത്യസ്ത സ്വിച്ച് ഉപയോഗിച്ച്
ആവശ്യാനുസരണമാണ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ 2 പിക്ചറും ആദ്യത്തെ ശ്രേണിയിലുള്ളതാണ്, എ. രണ്ടാമത്തെ സമാന്തരം. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് അറിയാവുന്ന 2 ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പേരെഴുതുക. ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ. 11ാമത്തെ ക്വസ്റ്റ്യൻ, കാലാവസ്ഥയും സംസ്കാരവുമായി വസ്ത്രധാരണത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നു. കാരണം എന്തുകൊണ്ട്? വസ്ത്രധാരണത്തിൽ കാലാവസ്ഥയും സംസ്കാരവുമായ മാറ്റങ്ങൾ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. കാലാവസ്ഥയനുസരിച്ച് വസ്ത്രധാരണത്തിൽ വ്യത്യാസമുണ്ട്. ചൂടുള്ള പ്രദേശങ്ങളിൽ ആളുകൾ ലഘുവും വായു കടക്കുന്ന വസ്ത്രങ്ങളും ധരിക്കുന്നു. തണുത്ത പ്രദേശങ്ങളിൽ കമ്പിളി, വുള്ളൻ, അതുപോലെ ചൂടുള്ള എന്നിവയാൽ നിർമ്മിച്ച് ചൂട് നൽകുന്ന വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ഇനി സാംസ്കാരിക വൈവിധ്യം വസ്ത്രങ്ങളിൽ പ്രതിഫലിക്കുന്നു. ഓരോ സമൂഹത്തിനും സ്വന്തമായ വസ്ത്രരീതികളുണ്ട്. സാരി, മുണ്ട്, സൽവാർ, ചുരിദാർ തുടങ്ങിയവ. ഇവ ഈ സമൂഹത്തിൻ്റെ പരമ്പരാഗത ശൈലിയും വിശ്വാസങ്ങളും അടയാളപ്പെടുത്തുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്തിൻ്റെ ബ്രോഷർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രോഷർ തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുക്കുക. ഇപ്പോൾ അതിരപ്പള്ളി, പ്രകൃതിയുടെ അത്ഭുത ലോകം, അവിടേക്ക് ആളുകൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രോഷർ. ഇപ്പോൾ കേരളത്തിൻ്റെ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിരപ്പള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയുടെ കിഴക്കൻ അതിർത്തിയിൽ ചാലക്കുടി പുഴയുടെ ഓരത്തായി പശ്ചിമഘട്ട മലനിരകളിൽ മടിത്തട്ടി സ്ഥിതി ചെയ്യുന്ന അതിരപ്പള്ളി കാഴ്ചയുടെ വസന്തമൊരുക്കുന്ന ഒരിടമാണ്. ഏകദേശം 80 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം നിബിഡ വനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഇതിലെ പ്രധാന ആകർഷണങ്ങൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടമുണ്ട്, വാഴച്ചാൽ വെള്ളച്ചാട്ടമുണ്ട്. അതിരപ്പള്ളിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വാഴച്ചാൽ പാറക്കെട്ടുകളിലൂടെ പതിഞ്ഞ് ശാന്തമായി ഒഴുകിയിറങ്ങുന്ന കാഴ്ചയാണ്. പ്രകൃതി സൗന്ദര്യത്തോടൊപ്പം അപൂർവയിനം പക്ഷികളെയും മൃഗങ്ങളെയും കാണാൻ സാധിക്കുന്നു. ഇനി എങ്ങനെയാണ് അതിരപ്പള്ളിയിലേക്ക് എത്തിച്ചേരുന്നതെന്ന്? റോഡ് മാർഗ്ഗമാണെങ്കിൽ ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറ റോഡിലൂടെ സഞ്ചരിക്കുക. റെയിൽവേ മാർഗ്ഗമാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചാലക്കുടിയാണ്. വിമാന മാർഗ്ഗം നെടുമ്പാശ്ശേരി. ഇനി ഇവിടെ വന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വന്യജീവികളെ ശല്യപ്പെടുത്താതിരിക്കുക, വനവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക, പ്ലാസ്റ്റിക് മാലിന്യം പരിസരത്ത് വലിച്ചെറിയരുത്.